സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് CPM സ്പോൺസേഡ് ക്രിമിനലുകളുടെ ആസ്ഥാനമായി 2 സംഘങ്ങൾ മാറിയിരിക്കുകയാണ്. ഒന്ന് യൂണിവേഴ്സിറ്റി കോളേജും 2 ശിശുക്ഷേമ സമിതി. യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയുടെ ആ സ്വാധീനക്കുറവുള്ള കാലിൽ ഷൂട്ട കാലുകൊണ്ട് ചവിട്ടി പിടിച്ചുകൊണ്ടാണ് ആ കാല് വെട്ടിയെടുക്കുമെന്ന് ഇടിമുറിയിൽ വെച്ച് SFI നേതാക്കൾ ആക്രോശിച്ചു. ക്രൂരമായ മർദ്ദനമാണ് ഈ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന്റെ മൂക്കിൽ താഴെയുള്ള ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ പാവപ്പെട്ട സാധാരണക്കാരായ വിദ്യാർത്ഥികൾ നേരിടുന്നു. SFIക്കാർക്ക് പോലും രക്ഷയില്ലാത്ത ക്രിമിനലുകളാണ് ആ കോളേജ് ഭരിക്കുന്നത്. ആ കോളേജിന്റെ അതോറിറ്റീസ്, പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ ഇത്തരം ക്രിമിനലുകളെ ഭയന്നാണ് അധ്യാപകരടക്കം അവിടെ പഠിപ്പിക്കുന്നത്. നടപടിയെടുക്കാൻ പോലും അവർക്ക് പേടിയാണ്. പോലീസ് ഇവർക്ക് കൂട്ടുനിൽക്കുകയാണ്. ഈ ക്രിമിനലുകൾ അവര് ഒളിവിലാണ് എന്ന് പറയുകയും അവരെല്ലാ ദിവസവും കോളേജിൽ വന്ന് പരാതി കൊടുത്തവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ദയനീയമായ സ്ഥിതിയാണുള്ളത്. വളരെ പരിണതപ്രായരായ ആളുകൾ ഇരുന്ന ശിശുക്ഷേമ സമിതിയിൽ ഇന്ന് അവിടെയും ക്രിമിനലുകളുടെ താവളമാണ്. പാർട്ടിക്കാരുടെ ബന്ധുക്കൾക്കും അടുപ്പക്കാർക്കും ജോലി കൊടുത്ത് കുഞ്ഞുങ്ങളോട് പോലും ക്രൂരത കാണിക്കുന്ന ഏറ്റവും ഒരു വൃത്തികെട്ട സ്ഥലമായി ശിശുക്ഷേമ സമിതി മാറിയിരിക്കുകയാണ്. അവിടെ കൊച്ചുങ്ങളെ കടത്തിയതിന്റെ പേരിൽ വിവാദം നേരിടുന്ന അതേ ആളുകൾ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അവിടെ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും അങ്ങോട്ട് മാറ്റിയെന്ന ആരോപണമുള്ളവർ, കൊച്ചിനെ കടത്തി എന്ന് പറയുന്ന ആരോപണ വിധേയരായ ആളുകൾ, അവരെല്ലാവരും ചേർന്ന് ക്രിമിനലുകളുടെ താവളമാണ്. എങ്ങനെയാണ് ഒരു CPM നേതാവ് ഒരു ക്രിമിനൽ കൊലക്കേസിലെ പ്രതി അവിടെ ഇരിക്കുന്നത്? 3 പ്രാവശ്യം പരാതി വന്നതിനെ കുറിച്ച് മാറ്റിയ ഒരായ വീണ്ടും എങ്ങനെയാണ് അവിടെ തിരിച്ചെത്തിയത്? ആരുടെ സ്വാധീനമാണ്? അപ്പൊ പാർട്ടിക്കകത്ത് സ്വാധീനമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളോട് പോലും 2.5 വയസ്സുള്ള കുഞ്ഞിനോട് പോലും ക്രൂരത കാണിക്കാമെന്ന സ്ഥിതിയിൽ കേരളത്തിന് മുഴുവൻ അപമാനകരമായ സംഭവമാണ് ഈ 2 സംഭവങ്ങൾ. ഇത് മുഴുവൻ ഈ ജീർണത ബാധിച്ച പാർട്ടി ഏത് ക്രിമിനലിനും ഉടപിടിച്ചു കൊടുക്കുന്ന ഒരു പാർട്ടിയായി, അധപ്പതിച്ച പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ 2 സംഭവങ്ങളിലും അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുകയും പോലീസ് കുറ്റക്കാർക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തില്ല. വലിയ സമരപരിപാടികളുമായി ഞങ്ങൾ തലസ്ഥാനത്ത് മുന്നോട്ട് പോകും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഇത് ഈ ശിശുക്ഷേമ സമിതി അടിയന്തരമായി അത് പിരിച്ചുവിടണം. ക്രിമിനലുകളുടെ താവളമാണ് ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ. അവിടെ നടത്തുന്ന അപ്പോയിന്റ്മെന്റ്സ് മുഴുവൻ എന്തൊരു അപമാനമാണ് ഈ സംസ്ഥാനത്ത്. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആരോടും ചർച്ചയില്ലാതെ ക്യാബിനറ്റ് കൂടി കുറേ തീരുമാനങ്ങൾ വന്നതിൻ്റെ ഒരു കൂട്ടത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റി അവസാനിപ്പിക്കാനുള്ള തീരുമാനം. വളരെ വിചിത്രമായ ഒരു തീരുമാനമാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? TCOM-ന് നഷ്ടപരിഹാരം കൊടുക്കാൻ ആലോചിക്കുന്നതാണ്. അപ്പൊ ആരാണ് ഇതിന്റെ തകർച്ചയിൽ ആരാണ് ഉത്തരവാദി? കേരളത്തിൽ 90,000 പേർക്ക് ജോലി ലഭിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ TCOM-ന് നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിരുന്നു. 2016 ഫെബ്രുവരി 20-ാം തീയതി ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ ഇതിന്റെ 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ട 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് IT ടവറാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത്. 6.5 ലക്ഷം IT ടവർ 1ാം ഘട്ടം. പിന്നെ ഈ കഴിഞ്ഞ 8 വർഷമായി അവിടെ എന്താണ് സംഭവിച്ചത്? ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു, അവിടെ ഒരു മോണിറ്ററിംഗ് ഉണ്ടായിരുന്നു. ഓരോ മൈൽ സ്റ്റോണിന്റെ ഓരോ ഘട്ടത്തിൽ അവിടെ തീരുമാനിച്ചത്. ഓരോ മൈൽ സ്റ്റോൺ അത് പിന്നിടാതിരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവരാരാണ്? മുഖ്യമന്ത്രി അന്വേഷിച്ചു, വ്യവസായ മന്ത്രി അന്വേഷിച്ചു, ആരും അന്വേഷിച്ചില്ല. അവസാനം 8 വർഷത്തിന് ശേഷം TCOM-ന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് എടുക്കുന്നത്? ദുരൂഹതയുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയുണ്ട്. 242 ഏക്കർ ഭൂമിയാണ്. ആ ഭൂമി സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢ നീക്കമാണ് ഇതിന്റെ പുറകെ. ഭൂമി കച്ചവടമാണ്.
ഭൂമി കച്ചവടം. പദ്ധതി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനില്ലേ? ഒന്നാം ഘട്ട ഉദ്ഘാടനം ചെയ്തല്ലേ 2016. ഈ 8 വർഷത്തിനിടയിൽ സ്മാർട്ട് സിറ്റിക്ക് എന്താണ് സംഭവിച്ചത്? എവിടെയെങ്കിലും ഗവൺമെന്റ് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടോ? ഒരു മന്ത്രിസഭാ യോഗം കൂടി ഇതിൽ നിന്ന് പിന്മാറാനും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുമുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറഞ്ഞു. ഇല്ലേ? ഈ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ അത് ബഹിഷ്കരിച്ച ആളുകളാണ് വരുന്നത്. 2016 ഫെബ്രുവരി 20 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് IT ടവർ ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ പരിപാടി ബഹിഷ്കരിച്ച ആളുകളാണ്. ഇപ്പോൾ 8 വർഷം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്മാറുകയാണ്. ഇതിന്റെ പുറകിൽ ഗൂഢമായ നീക്കങ്ങളുണ്ട്, അഴിമതിയുണ്ട്. മനസ്സിലായില്ലേ? ഇതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം എന്താണെന്ന് കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദിത്വം ഇവർക്കുണ്ട് എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഇവിടെ ഡീലിമിറ്റേഷൻ നടക്കുകയാണ്. ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിയമനം മുഴുവൻ CPM സംഘടനയായ ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ അവരുടെ സംഘടനയും NGO യൂണിയനിലും പെട്ട ആളുകളെ മാത്രം തെരഞ്ഞുപിടിച്ചു വച്ചിരിക്കുക. രാഷ്ട്രീയ അതിപ്രസരമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് തെരഞ്ഞുപിടിച്ച് CPM അനുകൂല സംഘടനകളിലെ ആളുകളെ മാത്രമാണ് സംസ്ഥാനത്ത് ഉടനീളം വച്ചിരിക്കുന്നത്. ഇത് ഡീലിമിറ്റേഷൻ നടപടികൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ഞങ്ങൾ ഗൗരവമായി സംശയിക്കുന്നു. ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും നടന്നാൽ നിയമപരമായ മാർഗങ്ങളെ അഴിമതി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് പിന്മാറാൻ സർക്കാർ തീരുമാനിച്ചത്? ഒന്ന് അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു എന്ത് മോണിറ്ററിംഗ് ആണ് സർക്കാർ നടത്തിയിരിക്കുന്നത്? ആരാണ് പെർഫോം ചെയ്യാത്തത്? ടീകോമാണ് പെർഫോം ചെയ്യാത്തതെങ്കിൽ എന്തിനാണ് ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത്? അവരുടെ തന്നെ പിഴ ഈടാക്കുന്നത്. എഗ്രിമെന്റ് ഉണ്ടല്ലോ. എഗ്രിമെന്റ് 2005 2011 എഗ്രിമെന്റ്. അപ്പൊ പെർഫോമൻസ് ഇല്ല. നോൺ പെർഫോമൻസ് ആണെങ്കിൽ ആരുടെ ഭാഗത്തുനിന്നാണ് നോൺ പെർഫോമൻസ്? പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ഇതിന്റെ കരാർ പ്രകാരം വീസിന്റെ കാലത്തെ കരാർ പ്രകാരം 10 വർഷം കൊണ്ട് 90,000 ജോബാണ് പറഞ്ഞിരുന്നത്. ഈ ഇപ്പോൾ 25 കടക്കുന്നു. ഇതിനിടയിൽ വീണ്ടും ഉമ്മൻചാണ്ടി സർക്കാർ വന്നു, പിന്നെ പിണറായി സർക്കാർ വന്നു. അങ്ങനെ ഈ പറഞ്ഞ എല്ലാ സർക്കാരുകളുടെയും ബാധ്യതയില്ലേ? അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് ആ 5 കൊല്ലം കൊണ്ട് 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഒന്നാമത്തെ ടവർ പൂർത്തിയാക്കിയത് ഉദ്ഘാടനം ചെയ്തു. അത് വലിയ സ്റ്റെപ്പല്ലേ? 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ജോലി കൊടുക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് റെഡിയായത്? വലിയൊരു ഘട്ടമല്ലേ അത്? അവിടെ ഉറപ്പില്ലല്ലോ. അവിടെ ഒരു നോൺ പെർഫോമൻസ് ഇല്ലല്ലോ. ഇത് ചെയ്യുമല്ലോ ഇത്. 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ എത്രയാ? വലിയൊരു ഘട്ടമല്ലേ പിന്നിട്ടത്. അപ്പൊ അവിടെ മുഴുവൻ ഈ കമ്പനികളെ കൊണ്ടുവന്ന് ഈ ജോലി സാധ്യതകൾ ഉണ്ടാക്കുകയല്ലേ വേണ്ടത്. 8 വർഷം കൊണ്ട് ഒന്നും ചെയ്തില്ല. എന്റെ ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ്. പെർഫോം ചെയ്യാത്തതിന്റെ പേരിലാണ് ഇത് അവസാനിപ്പിക്കാൻ പോകുന്നെങ്കിൽ ആര് പെർഫോം ചെയ്യാത്തതിന്റെ പേരിലാണ്? പക്ഷെ അന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം CPM ഉന്നയിച്ചത്, അതായത് ടീകോമിൽ IT മേഖലയുമായി ഒരു ബന്ധവുമില്ല, അവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തി ചെയ്യുന്നവരാണെന്നാണ് അന്നൊരു ആരോപണമുണ്ട്. ഇന്ന് രാവിലെ P. രാജു മുംബൈയിൽ ഏഷ്യൻ ന്യൂസിനോട് സംസാരിക്കുമ്പോൾ P. രാജു പറഞ്ഞത് ഈ ടീകോമായി കൊടുക്കാൻ ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഈ 2011 എഗ്രിമെന്റ് വെച്ചത് അച്യുതാനന്ദന്റെ കാലത്തല്ലേ? എന്തായി 2011 എഗ്രിമെന്റ്? 2011 എഗ്രിമെന്റ്. ആ 2011 എഗ്രിമെന്റ്. സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയെ തടസ്സം നിൽക്കാതെ അല്ല, പക്ഷെ ആ ഒരു കമ്പനി പാലിക്കേണ്ട എഗ്രിമെന്റ് പ്രകാരം ആ പണി നൽകുന്നില്ല. അതുകൊണ്ട് സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള പ്രയോജനം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു പദ്ധതിയായി സർക്കാർ മുന്നോട്ട് പോകണമെന്നാണോ? ചോദ്യം വളരെ ക്ലിയർ ആണ്. അങ്ങനെ നോൺ പെർഫോമൻസ് നടത്തി ഒരു പണിയും ചെയ്യാത്ത കമ്പനിക്ക് എന്തിനാണ് നഷ്ടപരിഹാരം കൊടുക്കണം? അല്ല, 11 എഗ്രിമെന്റ് വെച്ചിട്ട് 13 കൊല്ലം കഴിഞ്ഞിട്ട് പറയാ ആ കമ്പനിയെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു എഗ്രിമെന്റ് വെച്ച്
2011 എഗ്രിമെന്റ് വെച്ചിട്ട് 13 കൊല്ലം കഴിഞ്ഞ് പറയും അവരൊരു കാര്യം ചെയ്യുള്ളൂ. അവരെന്നെ പറയാ ഇവരുടെ സർക്കാർ തന്നെയല്ലേ ചെയ്തത്. അത് തുടരുകയല്ലേ ചെയ്ത്. എന്നിട്ട് ഒന്നും ചെയ്ത് 8 കൊല്ലം വരെ ഇതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടിയില്ലല്ലോ. എത്ര മോണിറ്ററിംഗ് കമ്മിറ്റികൾ കൂടിയിട്ടുണ്ട്. ഏത് തരത്തിലെല്ലാം ഗവൺമെന്റ് ഇതിനെ മോണിറ്റർ ചെയ്തിട്ടുണ്ട്. അവർക്ക് താക്കീത് കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞാൽ ഓരോ മൈൽ സ്റ്റോൺ ഓരോ ഫേസിലും ഇത്രമാത്രം ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം എന്നുള്ള എഗ്രിമെന്റ് ഉണ്ട്. ആ ഓരോ മൈൽ സ്റ്റോൺ പിന്നിടുമ്പോഴും എന്താണ് നടക്കാതെ പോയത്, എന്താണ് നടന്നത് എന്നുള്ള റിവ്യൂ ചെയ്തിട്ടുണ്ടോ? ഗവൺമെന്റിന് ഷെയറില്ലേ? 16% ഷെയറില്ലേ സ്റ്റേറ്റ് ഗവൺമെന്റിന്? സ്റ്റേക്ക് ഇല്ലേ ഗവൺമെന്റിന്? സ്റ്റേറ്റ് ഗവൺമെന്റിന് സ്റ്റേക്ക് ഉണ്ടല്ലോ ഭൂമി അടക്കമുള്ള കാര്യങ്ങൾ. അല്ല ഇതിപ്പോ അവസാനിപ്പിക്കാൻ പോകുന്നത് എന്ത് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ക്ലോസ് ചെയ്യണതിനെ കുറിച്ചല്ല ഞാൻ പറയാം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്തെല്ലാമാണ് കാരണങ്ങൾ പൊതുസമൂഹത്തോട് പറയണ്ടേ? ആരും അറിയാതെ മന്ത്രിസഭയിൽ പോയി പാസ്സാക്കിയിട്ട് ഒരു 25 തീരുമാനം പുറത്തു വരുന്നതിന്റെ കൂട്ടത്തിൽ വേണ്ട ഒരു സംഭവമാണ് ആണോ? ഒരു ചർച്ച വേണ്ടേ പൊതുസമൂഹത്തിൽ? എന്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു? ആരാണ് പെർഫോം ചെയ്യാറുള്ളത്? എന്നിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പോകുന്നത് എഴുതിയേക്കണം. ഏത് നിലയിൽ ഒന്നും ചെയ്യാത്ത ഒരു ബന്ധം IT ആയിട്ടില്ലാത്ത ഒരു കമ്പനിക്ക് എന്തിന്റെ പേരില നഷ്ടപരിഹാരം കൊടുക്കണം? ഞാൻ ടീകോം കമ്പനിക്ക് വേണ്ടിയിട്ടല്ല വാദിക്കുന്നു. ഈ ഒന്നും ചെയ്യാത്ത ടീകോം കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പോകുന്ന ഗവൺമെന്റിന്റെ നടപടിക്കെതിരായിട്ടാണ്. അത് അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. വിശദമായ ചർച്ചകൾ വേണം അതിന്റെ പുറത്ത്. എന്തുകൊണ്ടാണ് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പോകുന്നതെന്ന് കാര്യങ്ങൾ പറയണം. എവിടെയാണ് പരാജയപ്പെട്ടത്, ആരാണ് പരാജയപ്പെട്ടതെന്ന് വ്യക്തമാക്കണം. പിന്നെ ഗവൺമെന്റ് എന്ത് നടപടി ഓരോ ഘട്ടത്തിലും സ്വീകരിച്ചു. 8 കൊല്ലം കഴിയുമ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടതല്ലോ. 8 കൊല്ലം ഇനി ഗവൺമെന്റ് ഭരിക്കുന്നു. 8 കൊല്ലം നേരത്തെ തന്നെ താല്പര്യമില്ല എന്ന് സർക്കാർ ഒരു കത്ത് നൽകി. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ആലോചിച്ചു. അങ്ങനെ 2 കൂട്ടരും വിരാട്ടിലായിട്ട് തീരുമാനിച്ചാണ് പറയുന്നത്. അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് പിന്നെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെ കുറിച്ച് എന്തിനാ ആലോചിക്കണം? അതല്ലേ ആലോചിക്കേണ്ടത്. അവര് തന്നെ വോളണ്ടറി ആയിട്ട് ഞങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കണം, ഞങ്ങളെ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അവരിങ്ങോട്ട് ലെറ്റർ തന്നു. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കണം അല്ലേ ചോദ്യം? അത് ക്ലിയർ ചെയ്യണം. അല്ല നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്കറിയാം. പൊതുസമൂഹത്തോടും മാധ്യമങ്ങളോടും ഒന്നും ഇതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ സ്റ്റേക്കുള്ള പ്രോജക്റ്റാണ്. കോടിക്കണക്കിന് സ്റ്റേക്കുള്ള പ്രോജക്റ്റാണ്. അങ്ങനെ വെറുതെ അങ്ങ് ഒരു മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തവർക്ക് നഷ്ടപരിഹാരം കൊടുത്തു. ഈ ഭൂമി വല്ല ഇഷ്ടക്കാർക്ക് കൊടുക്കാൻ അത് നടക്കില്ല കേരളത്തിൽ. വരട്ടെ. ഇതിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനങ്ങൾ, വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. വളരെ ഗൗരവമുള്ള കാര്യമല്ല. കോടിക്കണക്കിന് രൂപയുടെ സ്റ്റേക്കുള്ള മാറ്റം. വലിയ അട്ടിമറിയാണ് നഴ്സിംഗ് സീറ്റുകൾ. ഇത് കള്ളക്കച്ചവടമാണ്. സർക്കാരിന് കിട്ടേണ്ട, മെറിറ്റിൽ കിട്ടേണ്ട 37 നഴ്സിംഗ് സീറ്റുകളാണ്. അത് മാനേജ്മെന്റ് അഡ്മിഷൻ നടത്തിയിരിക്കുന്നു. ഈ 2 മാനേജ്മെന്റ് CPM-ന് ബന്ധമുണ്ട്. ബാലകം മേഴ്സി നഴ്സിംഗ് കോളേജ്, അതുപോലെ വടശ്ശേരിക്കര CIF കോളേജ്. വടശ്ശേരിക്കര CIF കോളേജിൽ 22 സീറ്റ്. അങ്ങനെ 37 സീറ്റാണ് സർക്കാരിന് കിട്ടേണ്ട, മെറിറ്റിൽ കിട്ടേണ്ട, കുട്ടികൾക്ക് കിട്ടേണ്ട സീറ്റ്. മാനേജ്മെന്റ് കോട്ടയിൽ മാനേജ്മെന്റ് അഡ്മിഷൻ നടത്തി 37 സീറ്റ്. ഇതിനു മുമ്പൊരു കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നു ഈ പ്രവേശനത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഈ 2 കോളേജുകളിലാണ് ചെയ്തത്. ബാക്കി ഇതിന്റെ വിശദാംശങ്ങൾ എന്തിനാണ് ഇവരാരെ സ്വാധീനിച്ചിട്ടാണ് ഈ 2 കോളേജും ഈ സീറ്റുകൾ എവിടെയെങ്കിലും നടക്കുമല്ലോ? സർക്കാരിന് കിട്ടേണ്ട മെറിറ്റ് സീറ്റുകൾ എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു?
37 കുട്ടികൾക്കാണ്, സാധാരണക്കാരായ കുട്ടികൾക്കാണ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടേണ്ടത്. 37 സീറ്റ്. എന്തൊക്കെയാണ് ഈ മാനേജ്മെന്റ് CPM വേണ്ടി പകരം ചെയ്തു കൊടുത്തത്? നിങ്ങൾ കൂടി അന്വേഷിക്കും. ആ പ്രവാസി സംഘം അല്ലേ, പ്രവാസി സംഗമത്തിന് ഗാനമേള ഇത്രയും 20 ലക്ഷം രൂപ. നന്ദിയുണ്ട്. ഞാൻ ഇങ്ങോട്ട് ചെയ്യില്ല, അങ്ങോട്ട് തിരിച്ച് നന്ദിയുണ്ട്. ഈ സിൽവർ ലൈൻ വീണ്ടും ചർച്ചകൾ നടക്കുന്നതോടെ പ്രധാനപ്പെട്ട ചർച്ചകൾ കൊച്ചിയിൽ പൂർത്തിയായി. സിൽവർ ലൈനുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. എങ്ങനെയാണ്? ഞങ്ങൾ നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്യുന്നത്, കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങിച്ചു കൊണ്ടുവന്നാൽ കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ല. DPR മാറ്റം വരുത്തി. അല്ല, അത് എന്താണെന്ന് പറയുന്നത്, ഈ ആസെറ്റ്സ്, അതായത് 300 കിലോമീറ്റർ ദൂരം 30 അടി എംബാങ്ക്മെന്റ് ഉയർത്തി 200 കിലോമീറ്റർ ദൂരം 2 സൈഡിലും, പാളത്തിന്റെ 2 സൈഡിലും 10 അടി ഉയരത്തിലുള്ള മതിൽ കെട്ടി കേരളത്തെ തകർക്കാൻ, പാരിസ്ഥിതികമായി തകർക്കാൻ, സാമ്പത്തികമായി തകർക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. കേന്ദ്രത്തിന്റെ അനുമതി കൂടി മേടിക്കേണ്ടി വന്നു. സമ്മതിക്കില്ല, വ്യക്തമാക്കിയില്ല. അങ്ങനെ അപ്പൊ പിന്നെ മുഖ്യമന്ത്രി ഡൽഹിയിലെ ഹിന്ദുവിന്റെ ഇന്റർവ്യൂ ആണ് അല്ലേ? മുഖ്യമന്ത്രി കൊടുക്കാത്ത കാര്യം ആരാണ് പിന്നെ എഴുതി മുഖ്യമന്ത്രിയുടെ പേരിൽ കൊടുത്തത്? ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചതുപോലെ അവർക്കെതിരായി കേസ് കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് എഴുതി കൊടുത്ത ആളെ ഒന്ന് ഫോണിൽ വിളിച്ച് പട്ടിൽ പൊതിഞ്ഞൊരു ശകാരം പോലും നടത്തിയില്ല മുഖ്യമന്ത്രി. നടത്തിയില്ല, വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി. ഇപ്പൊ ഞാൻ പത്രസമ്മേളനം നടത്തും, ഞാൻ പറയാത്ത ഒരു കാര്യം ആരെങ്കിലും നിങ്ങൾക്ക് എഴുതി തന്നാൽ ഞാൻ അവർക്കെതിരെ കേസ് കൊടുക്കില്ല. മുഖ്യമന്ത്രി പറയുന്നു ഞാൻ പറഞ്ഞ കാര്യമല്ല വന്നത്. ഹിന്ദു പത്രം പറയുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇന്റർവ്യൂ ബുക്ക് ചെയ്ത PR ഏജൻസിയാണ് ഇത് എഴുതി തന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുത്തത്. ആ PR ഏജൻസിയുടെ ചുമതലയിൽപ്പെട്ട 2 പേർ മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന്റെ റിപ്പോർട്ടറുമായി ഇന്റർവ്യൂ നടത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ അരികിലുണ്ടായിരുന്നു. എന്നിട്ട് PR ഏജൻസി ഇല്ല എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറയാത്ത കാര്യം എഴുതി കൊടുത്തതിന്റെ പേരിൽ അവർക്കെതിരെ കേസെടുക്കാൻ ധൈര്യമുണ്ട്. കേസെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. മനസ്സിലായില്ലേ? സെപ്റ്റംബർ 13-ാം തീയതി അതിനു മുമ്പ് തന്നെ ഈ PR ഏജൻസി ഡൽഹിയിലെ നാഷണൽ പത്രങ്ങളിലെല്ലാം ഇതേ വാർത്ത കൊടുത്തിരുന്നു. 21-ാം തീയതി മുഖ്യമന്ത്രി കേരളത്തിൽ വെച്ച് പത്രസമ്മേളനം നടത്തി ഏകദേശം സമാനമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 29-ാം തീയതിയാണ് ഹിന്ദു ഇന്റർവ്യൂ. സെപ്റ്റംബർ 11, സെപ്റ്റംബർ 21, സെപ്റ്റംബർ 29 3 കാര്യങ്ങളിലും ഒരേ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയ ഒരേ മെറ്റീരിയലാണ്. ഒരു ചെറിയ വ്യത്യാസമുള്ളത്, PR ഏജൻസി കൊടുത്തതിൽ 5 വർഷം നടന്ന കള്ളക്കടത്ത് പിടിച്ചതും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ 3 വർഷത്തെ കള്ളക്കടത്ത് പിടിച്ചതും തമ്മിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എല്ലാം ഒരേ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയതാണ്. ഇത് സംഘപരിവാർ അജണ്ടയാണ്. കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള സംഘപരിവാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഏതോ സംഘപരിവാർ നേതാവ് പറഞ്ഞു, കേരളത്തിൽ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ ദേശവിരുദ്ധ ശക്തികളുടെ ആസ്ഥാനമാണ്, കേന്ദ്രമാണ് എന്ന് ഏതോ സംഘപരിവാർ സംഘടനയിൽപ്പെട്ട ഒരാൾ ഡൽഹിയിൽ പറഞ്ഞിട്ടുണ്ട്. വലിയ കാര്യം. അത് തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഹരിയാനയിലും ജമ്മു കാശ്മീരിലെ ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ടു മുമ്പ് പോയി പത്രസമ്മേളനം നടത്തി പറഞ്ഞ് സംഘപരിവാർ നേതാക്കളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് തള്ളി പറയാൻ പറ്റാം. സ്മാർട്ട് സിറ്റി ഒരു കാര്യത്തിലൂടെ ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് വരും 2000 ആളുകൾ ഉള്ളുള്ളൂ. അതായത് ലക്ഷ്യമുണ്ടെങ്കിൽ 10 പോലും ടാർഗറ്റ് ചെയ്തിട്ടില്ല. പ്രതിപക്ഷത്തിന്റെ ക്ലാരിറ്റി എന്താണ്? അതായത് ഈ പദ്ധതി ഉപേക്ഷിച്ചത് ഇതുമായി മുന്നോട്ട് പോകണം, പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. പദ്ധതി ഞാൻ നല്ല ക്ലാരിറ്റിയോടുകൂടിയല്ല എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പദ്ധതി
ഇപ്പോൾ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നത് ഒന്ന്. കാരണം പറയാം. 2, ആരാണ് പെർഫോം ചെയ്യാത്തത്? എഗ്രിമെന്റ്. നിങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഫ്രെയിമിൽ നിന്ന് ചിന്തിക്കണം. ഒരു എഗ്രിമെന്റാണ്, ഗവൺമെന്റിന് ഷെയർ ഉള്ള, സ്റ്റേക്ക് ഉള്ള ഒരു എഗ്രിമെന്റാണ് അല്ലേ? അവിടെ ആരാണ് പെർഫോം ചെയ്യാത്തത്? ഗവൺമെന്റ് ആണ് അല്ലെ ടീകോമാണ്? ടീകോം കമ്പനി ആണെങ്കിൽ എന്തിനാണ് ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത്? അപ്പൊ എന്താണ് ഉദ്ദേശം അറിയണ്ടേ? എന്നിട്ട് നമുക്ക് ആലോചിക്കാം അവസാനിപ്പിക്കണ വേണ്ടത്. ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അവാർഡിനെതിരെ ശക്തമായ പ്രക്ഷോഭം എൽഡിഎഫ് നടത്തുകയാണ്. അത്തരം പ്രക്ഷോഭത്തിൽ യുഡിഎഫിന്റെ സഹകരണം, പ്രതിപക്ഷത്തിന്റെ സഹകരണം ഉണ്ടാകുന്നില്ല എന്നതാണ് എൽഡിഎഫിന്റെ ആരോപണം. ഇന്നലെ പ്രിയങ്ക ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരായി ആദ്യം സംസാരിച്ചത് കേരളത്തിലെ പ്രതിപക്ഷം. ഞാൻ നോക്കിയപ്പോൾ റെക്കോർഡ്സ് എടുത്തു. ആദ്യം ഞങ്ങളാ കേന്ദ്ര അവഗണനയ്ക്ക് മുഖ്യമന്ത്രി സൈലന്റ് ആയി ഒന്നും പറഞ്ഞില്ല. ആ സമയത്ത് ഞങ്ങളാണ് ആദ്യം പറഞ്ഞത് ഇത്രയും ദിവസമായിട്ട് ഒരു രൂപ തന്നില്ല. ഇന്നലെയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ അമിത്ഷായെ പോയി കണ്ട് വീണ്ടും ആവശ്യപ്പെട്ടത് ഞങ്ങളാണ്. ഏത് സമരവും നടത്തുന്നില്ല അല്ല CPM. ഞങ്ങൾ ഈ സർക്കാരിന്റെ കൂടെ ഇല്ല. മാത്രമല്ല വയനാട് കാര്യത്തിൽ ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് മാത്രമല്ല വ്യവസ്ഥ. ഈ സംസ്ഥാന സർക്കാർ എന്താ ചെയ്തു? ഇത്ര ദിവസമായിട്ട് എന്താ ചെയ്തത്? അവിടെ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചു. എവിടെ സ്ഥലമാണ്? ഞങ്ങളെല്ലാം 100 വീടിന്റെ പണമായിട്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് 100 വീടിന്റെ പണമായിട്ടിരിക്കുക. ഞങ്ങൾ 100 വീട് വയ്ക്കാനിരിക്കുക. കർണാടക ഗവൺമെന്റ് 100 വീടായിട്ടിരിക്കുക. യൂത്ത് കോൺഗ്രസിന്റെ 30 വീടിരിക്കുക. എവിടെ സ്ഥലം? ഞങ്ങൾ പറഞ്ഞാണല്ലോ ഞങ്ങൾ സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കാണ്. എവിടെ സ്ഥലം? എവിടെ? എന്തെങ്കിലും ഒരു ചർച്ച സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ? സ്ഥലം പോലും എടുത്തിട്ടില്ല വീട് വയ്ക്കാൻ. ഇത്രയും ആളുകൾ അവിടെ എന്നിട്ട് ചീത്തയായ ഭക്ഷണ സാധനങ്ങളും കൊടുത്ത് അവിടെ ആളുകളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പുനരധിവാസ പ്രവർത്തനങ്ങളോട് നടക്കുന്നില്ല. എല്ലാം മന്ദഗതിയിലെ സമരം ചെയ്യണം. ഇവർക്കെതിരെ കൂടി സമരം ചെയ്യണം. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇതുപോലുള്ളൊരു ദുരിതാശ്വാസ പദ്ധതിക്ക് ഞങ്ങൾ അതിശക്തമായിട്ട് ഞങ്ങൾ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഗവൺമെന്റിന്റെ കൂടെ നിന്നത് അവസാന ഘട്ടം വരെ ഗവൺമെന്റിന്റെ കൂടെയാണ് ഞങ്ങൾ നിന്നത്. പക്ഷെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് പൈസ തരുന്നില്ല. അല്ലാതെ കളക്ട് ചെയ്ത പണമുണ്ടല്ലോ. എന്ത് സ്റ്റെപ്പാണ് ഗവൺമെന്റ് റീഹാബിലിറ്റേഷൻ എടുക്കുന്നത്? ഒന്നും ചെയ്യുന്നില്ല. വാചകവടിയല്ലാതെ ഒന്നും നടക്കുന്നില്ല. അപ്പൊ സമരം ആർക്കൊക്കെ എതിരെ ചെയ്യേണ്ടി വരുമെന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക.